രജൌരി പൂഞ്ച് ദേശീയപാതയിലാണ് നിൽക്കുന്നത്. ദേശീയപാതയിലേക്കടക്കം പാകിസ്ഥാന്റെ ഷെല്ലുകൾ എത്തിയത് എന്ന് വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. നമുക്ക് പിന്നിൽ കാണുന്ന ഈ കെട്ടിടം ഏറെക്കുറെ 80% ഇതിന്റെ നിർമ്മാണം പൂർത്തിയായ കെട്ടിടമാണ്. പക്ഷേ ഈ കെട്ടിടത്തിൽ 2 ഷെല്ലുകളാണ് കഴിഞ്ഞ രാത്രി വന്ന് പതിച്ചത്. അത് വലിയ ആഘാതം ആ കെട്ടിടത്തിന് ഉണ്ടാക്കി. ഏറെക്കുറെ നമുക്ക് കാണാൻ കഴിയും 2 നില കെട്ടിടമാണ്. ഒരു നില ഈ ഭൂമിക്ക് അടിയിലേക്കും മറ്റൊരു നില ഭൂമിക്ക് മുകളിലുമായാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ ഷെല്ലാക്രമണം ഈ കെട്ടിടത്തിന്റെ ഏറെക്കുറെ പൂർണ്ണമായും ഒരു 2 ഭാഗത്താണ് ഷെല്ലുകൾ വീണിരിക്കുന്നത്. ദൃശ്യങ്ങൾ കാണാൻ എത്രത്തോളം വലിയ രീതിയിൽ എത്രത്തോളം വലിയ വ്യാസത്തിൽ അവിടുന്ന് കോൺക്രീറ്റ് പാളുകളൊക്കെ അടർന്നു പോയിട്ടുണ്ട് എന്ന ദൃശ്യങ്ങൾ വ്യക്തമാണ്. അതോടൊപ്പം തന്നെ ഈ അടർന്നു പോയ പാളുകളൊക്കെ ഇവിടെ വീട് കിടക്കുന്നു. അതോടൊപ്പം അതിന് മുമ്പിൽ മറ്റൊരു ഇഷ്ടികയൊക്കെ വെച്ചിട്ടൊരു ഭാഗം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ വലിയ രീതിയിൽ തന്നെ ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഷെല്ല്. എന്താണ് യാഥാർത്ഥ്യം? ഇത് ഒരു ഷെല്ല് വീണ ഭാഗമാണ്. മറ്റു ഷെല്ല് വീണ ഭാഗം എന്ന് പറഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ ഈ കെട്ടിടത്തിന്റെ ഏറെക്കുറെ തുടങ്ങുന്ന ഭാഗത്തായിട്ട് മറ്റു ഷെല്ലുകൂടി വീണിട്ടുണ്ട്. അത് നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയും എത്രത്തോളം വലിയ രീതിയിലാണ് അത് ബാധിച്ചിരിക്കുന്നത്. ആ ഷെല്ല് പതിഞ്ഞ് അവിടെ ഉള്ള കമ്പികളൊക്കെ വളഞ്ഞ് 4 പാടും വളഞ്ഞിരിക്കുന്ന ദൃശ്യമാണ് കാണാൻ കഴിയുന്നത്. അത് മാത്രമല്ല അവിടെ പതിച്ച ആ ഷെല്ല് അവിടെ തകർത്ത് നേരെ അടുത്ത നിലയിലേക്ക് പ്രത്യേകിച്ച് താഴത്തേക്ക് വരുന്നൊരു കാഴ്ച കൂടി എന്താണെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ താഴെ എത്തിയ ഷെല്ല് താഴെയും വലിയ നാശനഷ്ടം ഉണ്ടാക്കി. പ്രത്യേകിച്ച് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് 2 നില കെട്ടിടമാണെന്ന്. ഈ 2 നില കെട്ടിടത്തെ താഴത്തേക്കുള്ള ഭാഗമാണ്. ഇവിടെയൊക്കെ വലിയ തരത്തിൽ ഈ ഷെല്ല് പതിച്ച് നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കേടുപാടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭിത്തികളിലേക്ക് വന്നാലും ഭിത്തിയിലുമൊക്കെ വലിയ പാടുകൾ, ഷെല്ല് പതിച്ച പാടുകൾ നമുക്ക് കാണാൻ കഴിയും. എന്താണെങ്കിലും ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയാണ് ഷെല്ലാക്രമണം ഈ മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വലിയ ആഘാതം ഈ കെട്ടിടത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ദേശീയപാതകളുടെ ഭാഗത്തേക്ക് ഇത്തരത്തിൽ ഈ ഷെല്ലുകൾ വരുന്നത് സ്വാഭാവികമായും വലിയ ആശങ്ക ഉണ്ടാക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരുപാട് വാഹനങ്ങൾ പോകുന്ന വഴിയാണ്. അത് കുട്ടികളെ പോയ വാഹനങ്ങളാകട്ടെ, അല്ലെങ്കിൽ മറ്റ് മുതിർന്നവരുമായി പോകുന്ന വാഹനങ്ങളാകട്ടെ, തൊഴിലാളികൾ പോകുന്ന അത്തരത്തിൽ നിരവധി വാഹനങ്ങൾ പോകുന്ന ദേശീയപാതയാണ്. സ്വാഭാവികമായി ഇത്തരത്തിൽ ഷെല്ലുകളൊക്കെ എത്തുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒപ്പം സൈനിക വാഹനങ്ങളൊക്കെ പ്രധാനമായും ജമ്മുവിൽ നിന്ന് പൂഞ്ചിലേക്ക് പോകുന്നതൊക്കെ ഇതിലൂടെയാണ്. അത്തരത്തിൽ വലിയ പ്രത്യേകിച്ച് ഇത് LOC നിന്ന് ഒരുപാട് ദൂരെയുള്ള പ്രദേശമാണ്. പക്ഷെ ആ പ്രദേശത്തേക്കൊക്കെ ഷെല്ലുകൾ എത്തുന്നു എന്നത് ഏറെ നമ്മളെ ആശങ്കപ്പെടുത്തുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. അതോടൊപ്പം തന്നെ ഈ തൊട്ടപ്പുറത്ത് ഈ കാണുന്നതൊക്കെ ഒരു സർക്കാർ കെട്ടിടമാണ്. സർക്കാരിന്റെ ചില സ്ഥാപനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന കെട്ടിടമാണ്. ആ കെട്ടിടത്തിന്റെ ഭിത്തിയിലൊക്കെ വലിയ തരത്തിൽ ഷെല്ല് പതിച്ചതിന്റെ പാടുകൾ കാണാൻ കഴിയും. അത്തരത്തിൽ വലിയ ആഘാതം, വലിയ പ്രതിസന്ധി ഈ മേഖലയ്ക്ക് ഇത്തരം ഷെല്ലാക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ ഓഫീസുകളൊക്കെ അടച്ച ആളുകളൊക്കെ വീട്ടിൽ പോയിരിക്കുകയാണ്. നിലവിലത്തെ പശ്ചാത്തലത്തിൽ ഓഫീസുകളും തുറക്കുന്നില്ല. എന്താണെങ്കിലും വലിയ പ്രതിസന്ധിയാണ് ഈ വിഷയം. പ്രത്യേകിച്ച് ഷെല്ലാക്രമണം ഉണ്ടാക്കുന്നത്. നിരന്തരമായ ഷെല്ലാക്രമണമാണ് കഴിഞ്ഞ രാത്രിയൊക്കെ എല്ലായിടത്തും രജൌരി പൂഞ്ചടക്കമുള്ള മേഖലയിൽ ഉണ്ടായത്. സൈന്യം ശക്തമായ മറുപടി നൽകിയെങ്കിൽ പോലും ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ നമ്മുടെ പല ഭാഗങ്ങളിലും നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുണ്ട്. വീഡിയോ സന്തു പെരാമ്പ്രയ്ക്ക് റിപ്പോർട്ട് നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, രജൌരി.